അവസാനിക്കാത്ത പോരുകൾക്കും വിവാദങ്ങൾക്കും ഒടുവിൽ കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂമികയിൽ ഒരു യുഗം അവസാനിക്കുകയാണ്. ഇന്ന് 11 മണിയോടെ എല്ലാ കാര്യങ്ങൾക്കും ഒരു തീരുമാനമാകുമെന്ന് കാവൽ മുഖ്യമന്ത്രി പിണറായി വിജയന് നേരത്തെ തന്നെ സൂചനകൾ ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പടിയിറങ്ങുന്നതിന് മുമ്പ് തിടുക്കപ്പെട്ട് ചില കാര്യങ്ങൾ കൂടി ചെയ്തു തീർക്കാനുള്ള തിരക്കിലായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 10 വർഷം തുടർച്ചയായി കേരളത്തിന്റെ ഭരണചക്രം തിരിച്ച മുഖ്യമന്ത്രിക്ക് ഒടുവിൽ അധികാരം വിട്ടൊഴിയേണ്ടി വന്നിരിക്കുന്നു. ഇത് കേവലം ഒരു പദവി ഒഴിയലല്ല, മറിച്ച് ഒരു രാഷ്ട്രീയ മഹാപ്രളയത്തിന്റെ ബാക്കി പത്രമാണ്. അധികാരത്തിന്റെ ഉന്നതിയിൽ ഇരുന്നപ്പോൾ ജനങ്ങളോടും മാധ്യമങ്ങളോടും അദ്ദേഹം കാട്ടിയ സമീപനം പലപ്പോഴും വലിയ ചർച്ചകൾക്കും ജനരോഷത്തിനും കാരണമായിരുന്നു. കടക്കുപുറത്തെന്നും വീട്ടിൽ പോയി ചോദിച്ചാൽ മതിയെന്നുമുള്ള മറുപടികളിലൂടെ ജനവികാരത്തെ അവഗണിക്കുന്നതിൽ മുൻപന്തിയിലായിരുന്നു CPM-ന്റെ ഈ കരുത്തനായ നായകൻ. നാടുനീളെ ഫ്ലക്സുകൾ നിരത്തിയും കോടികൾ ഒഴുക്കി വലിയ പ്രചാരണങ്ങൾ നടത്തിയും പിണറായി 3.0 എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ പാർട്ടി കിടഞ്ഞു പരിശ്രമിച്ചെങ്കിലും കേരളത്തിലെ വോട്ടർമാർ അത് അനുവദിച്ചില്ല. ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയത്തിന്റെ ആഘാതത്തിലാണ് ഇപ്പോൾ LDF-ഉം CPM-ഉം. ഈ തോൽവിയുടെ കാരണങ്ങൾ തെരഞ്ഞുപോയ പാർട്ടി ഒടുവിൽ എത്തിച്ചേർന്നത് ഒരേയൊരു ഉത്തരത്തിലേക്കും ഒരു വ്യക്തിയിലേക്കുമാണ്. അത് ചോദ്യം ചെയ്യപ്പെടാത്ത പാർട്ടിക്ക് മുകളിൽ വരുന്ന പിണറായി വിജയൻ എന്ന നേതാവാണ്. CPM എന്നാൽ താൻ തന്നെയാണെന്ന് വിശ്വസിക്കുകയും അധികാരം തന്റെ കൈകളിൽ മാത്രം ഭദ്രമാണെന്ന് കരുതുകയും ചെയ്ത പിണറായിക്ക് സ്വന്തം പഞ്ചായത്തിൽ പോലും പരാജയം രുചിക്കേണ്ടി വന്നു എന്നത് രാഷ്ട്രീയ കേരളത്തിന് വലിയൊരു സന്ദേശമാണ് നൽകുന്നത്. തോൽവിക്ക് പിന്നാലെ ചേരേണ്ടിയിരുന്ന മന്ത്രിസഭാ യോഗം പോലും മാറ്റിവെച്ച് തന്റെ രാജി ഒരു പ്രത്യേക ദൂതൻ വഴി ഗവർണറുടെ പക്കൽ എത്തിച്ച പിണറായി പിന്നീട് കണ്ടത് വല്ലാത്തൊരു കാഴ്ചയായിരുന്നു. ഡൽഹിയിലേക്ക് പറന്ന അദ്ദേഹം തിരിച്ചെത്തിയത് ഔദ്യോഗിക വസതിയിലേക്കല്ല, മറിച്ച് ഒരു വാടക വീട്ടിലേക്കാണ്. പിണറായി വിജയൻ എന്ന കരുത്തനായ മുഖ്യമന്ത്രി ഒരു സാധാരണക്കാരനായി വാടക വീട്ടിലേക്ക് വന്നിറങ്ങുന്ന ദയനീയ ചിത്രം കേരളം ഏറെ കൗതുകത്തോടെയും സഹതാപത്തോടെയുമാണ് കണ്ടത്. അടുത്ത പ്രതിപക്ഷ നേതാവാകാൻ പോലും പാർട്ടിയിലെ വലിയൊരു വിഭാഗത്തിനോ അണികൾക്കോ താല്പര്യമില്ലാത്ത അവസ്ഥ. ഒടുവിൽ തന്റെ പ്രിയപ്പെട്ട പശുക്കളുമായി മരുമകൻ മുഹമ്മദ് റിയാസ് എടുത്ത വാടക വീട്ടിലേക്ക് അദ്ദേഹം ചേക്കേറി. 10 വർഷം കേരളം ഭരിച്ച ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം ഇത് അപ്രതീക്ഷിതമായ ഒരു പതനമായിരുന്നു. ക്ലിഫ് ഹൗസിലെ ആഡംബരങ്ങളിൽ നിന്ന് സാധാരണക്കാരന്റെ ജീവിതത്തിലേക്ക് തിരിച്ചിറങ്ങുമ്പോൾ അത് അധികാരത്തിന്റെ അഹന്തയ്ക്കും ധാർഷ്ട്യത്തിനുമുള്ള ജനങ്ങളുടെ തിരിച്ചടിയായി രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. പിണറായിയുടെ പടിയിറക്കത്തിനു ശേഷം കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി ആരാകണമെന്ന ചർച്ചകൾ ഡൽഹിയിലും തിരുവനന്തപുരത്തും സജീവമായിരുന്നു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുമായും രാഹുൽ ഗാന്ധി നടത്തിയ അവസാനവട്ട ചർച്ചകളും പൂർത്തിയാക്കി കഴിഞ്ഞു. ഡൽഹിയിലെ 10ാം നമ്പർ ജൻപഥത്തിൽ നിന്നുള്ള ഓരോ ചലനങ്ങളും കേരളം ശ്വാസമടക്കി പിടിച്ചാണ് നിരീക്ഷിക്കുന്നത്. എല്ലാ കണ്ണുകളും ഇപ്പോൾ സോണിയാഗാന്ധിയിലേക്കാണ്. കേരളത്തിന്റെ അടുത്ത ഭാഗതയും നിശ്ചയിക്കുന്ന ആ നിർണായക പ്രഖ്യാപനം അവരിൽ നിന്നാണ് ഉണ്ടാകാൻ പോകുന്നത്. ഈ സാഹചര്യത്തിലാണ് എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് പിണറായി വിജയൻ രാജ്ഭവനിലെത്തി ഗവർണറെ കണ്ടത്. തന്റെ ഭരണകാലം അത്രയും ഗവർണറുമായി വലിയ പോരിലേർപ്പെട്ടിരുന്ന മുഖ്യമന്ത്രി രാജി ദൂതൻ വഴി അയച്ചിട്ടും എന്തിനാണ് ഇപ്പോൾ നേരിട്ടെത്തി ഗവർണറെ കണ്ടതെന്ന ചോദ്യം ഉയർന്നു. എന്നാൽ തന്റെ ഭരണകാലയളവിൽ നൽകിയ സഹകരണത്തിന് നന്ദി അറിയിക്കാനായിരുന്നു ആ സന്ദർശനം. ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള പോര് നിത്യസംഭവമായിരുന്ന ഒരു കാലത്തിന് അവിടെ തിരശ്ശീല വീണു. പിണറായിക്ക് ഗവർണർ ആശംസകൾ നേർന്നു. ആ കൂടിക്കാഴ്ച കേരളം വിസ്മയത്തോടെയാണ് നോക്കി നിന്നത്. ശത്രുതയുടെയും പോരാട്ടങ്ങളുടെയും ഒരു അധ്യായം അവിടെ അവസാനിക്കുകയായിരുന്നു. ഇപ്പോൾ കേരളത്തിന്റെ മുക്കിലും മൂലയിലും ടെലിവിഷൻ സ്ക്രീനുകൾക്ക് മുന്നിൽ ആളുകൾ തടിച്ചുകൂടിയിരിക്കുകയാണ്. ഡൽഹിയിൽ നിന്ന് സോണിയാഗാന്ധി കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്ന ആ നിമിഷത്തിനായി രാഷ്ട്രീയ ലോകം കാത്തിരിക്കുകയാണ്. അത് ആരായിരിക്കും? UDF-ലെ കരുത്തരായ നേതാക്കളിൽ ആരുടെ പേരായിരിക്കും സോണിയാഗാന്ധി പ്രഖ്യാപിക്കുക? കേരളം വലിയൊരു വികസനത്തിലേക്കും സമാധാനത്തിലേക്കും മടങ്ങി വരുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ. ഭരണ തുടർച്ചയുടെ 10ാം വർഷം ഭരണവിരുദ്ധ തരംഗത്തിൽ ഒലിച്ചുപോയ ഒരു സർക്കാരിന്റെയും ആ സർക്കാരിനെ നയിച്ച പടത്തലവന്റെയും ദയനീയമായ പടിയിറക്കത്തിനാണ് കേരളം സാക്ഷ്യം വഹിക്കുന്നത്. ഇനി വരാനിരിക്കുന്നത് പുതിയൊരു പ്രഭാതമാണ്, പുതിയൊരു നേതൃത്വമാണ്. ആ പ്രഖ്യാപനത്തിനായി നമുക്ക് കാത്തിരിക്കാം.